അങ്ങനെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. കേരളത്തിലുള്ള ദൃശ്യവാർത്താ മാധ്യമങ്ങളുടെ എല്ലാം പ്രൈം ടൈം ഡിബേറ്റ് എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയും ഈ രാജിയിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യവും കാരണങ്ങളൊക്കെയാണ്. നമ്മളെല്ലാ ചാനലുകളെ ചർച്ചകളും നമ്മളിങ്ങനെ ഒരു കൗതുകത്തിന് നമ്മൾ നോക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ജനം ടി വിയുടെ ഒരു ചർച്ച കാണാനിടയായത്. 2 മിനിറ്റിൻ്റെ ഒരു ഒരു ക്ലിപ്പാണ്. ഈ സാധനം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. ഇതിൽ ഈ പറയപ്പെടുന്ന വ്യക്തി വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ സംഘപ്രവർത്തകരിൽ നിന്ന്, ശാഖയിൽ നിന്ന്, അല്ലെങ്കിൽ BJPയുടെ അനുയായികളിൽ നിന്നെല്ലാം നല്ല കയ്യടി കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്കെല്ലാം നല്ല BGM ഒക്കെ കൊടുത്തിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് നല്ല ചിരിയാണ് വരിക. എന്തായാലും നമുക്ക് ആ ചർച്ചയുടെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ കാണാം. കേരളത്തിലെ ഏത് മാധ്യമങ്ങളിൽ ഒരു ചർച്ച താങ്കൾ വീക്ഷിച്ചാലും അതിനകത്ത് ഏറ്റവും പ്ലസൻ്റായി, ഏറ്റവും പുഞ്ചിരിയോടെ, ഏറ്റവും സന്തോഷവാന്മാരായി ആ ചർച്ചകളിലൊക്കെ, ആ ഡിബേറ്റുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുമെങ്കിൽ അത് BJPയുടെ പ്രതിനിധികളായി ചർച്ചകളിൽ വരുന്നവരായിരിക്കും. ഞാൻ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളുടെയും ഇന്നത്തെ പ്രൈം ടൈം ഡിബേറ്റിൻ്റെ പാനൽ നോക്കുമ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരും ആ ചാനൽ ചർച്ചകളിലൊന്നും പങ്കെടുക്കുന്നില്ല. ഏതൊക്കെയോ വലതുപക്ഷ നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ പിടിച്ചിട്ടാണ് ആ ചർച്ചയിൽ അവർ കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇദ്ദേഹം പറയുന്ന പ്രകാരം BJPയുടെ പ്ലസൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ ആഘോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ BJPയുടെ ആസ്ഥാനത്ത് പടക്കം പൊട്ടിക്കുകയാണോ എന്നൊക്കെയാണ് എൻ്റെ സംശയം. മറ്റെല്ലാവരുടെയും മുഖത്ത് നിങ്ങൾ ഇന്നൊരു വലിയ വിഷാദം കാണാൻ സാധിക്കും. കാരണം അവർ ആഗ്രഹിച്ചിരുന്ന ചിലത് ഡൽഹിയിൽ ഇന്ന് പൊലിഞ്ഞു പോയിട്ടുണ്ട്. മറ്റെല്ലാവരുടെയും മുഖത്ത് നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുക അഭിമാനബോധത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു മുഖമായിരിക്കും. കാരണം അവർ ആഗ്രഹിച്ചത് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. അവർ വിചാരിച്ചത് ഈ പറയുന്ന പാറ്റ പാർട്ടിയുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ചില വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട്, രാജ്യവിരുദ്ധരുടെ പണം കയ്യിൽ വാങ്ങി വെച്ചുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന നറേറ്റീവിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കാമെന്ന് അവർ ധരിച്ചിരുന്നു. ആര് ധരിച്ചിരുന്ന കാര്യമാണ് ഈ പറയണത്? എന്ത് നറേറ്റീവാണ് ഈ പറയണത്? ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ മുഖ്യ കാരണമായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഈ പറയപ്പെടുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ള 10-20ഓളം വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ലാത്തി ചാർജ് ഏൽക്കേണ്ടി വന്നിട്ടുള്ള, കേസിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളുടെ കേസ് പിൻവലിക്കണം എന്നുള്ളതും അവരുടെ ആവശ്യമായിരുന്നു. ഈ 3 ആവശ്യങ്ങളും അംഗീകരിച്ചില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിതൊരു രാജ്യദ്രോഹ പ്രവർത്തനമായിട്ട്, അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനമായിട്ട്, അല്ലെങ്കിൽ മറ്റു വിദേശ ഫണ്ടുകളെല്ലാം ലഭിക്കുന്ന രീതിയിൽ ഈ ഒരു സമരത്തെ, ഈ ഒരു മൂവ്മെൻറ്റിനെ നിങ്ങൾക്കതിൽ ചിത്രീകരിക്കാൻ സാധിക്കുക? ധാരണകളുടെ ചീട്ട് കൊട്ടാരം ഇന്ന് തകർന്നു വീണിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിലൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേക അനൗൺസ്മെൻ്റാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്നുള്ളൊരു വാർത്ത വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സാധനമാണ്, നമ്മൾ ഈ ഒരു വിഷയത്തെ ഇതേ രീതിയിൽ കൈകാര്യം ചെയ്യണം. അതായത് ഇത് നമ്മുടെ വിജയമാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം ഇതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയായിരുന്നു ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയപ്പെടുന്ന രാജ്യദ്രോഹ പ്രവർത്തനം അല്ലെങ്കിൽ വിദേശ ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ അല്ലെങ്കിൽ BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത് അല്ലേ? 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലുള്ള വിദേശ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം വേണ്ട. നിങ്ങളുടെ കയ്യിൽ NIA ഉണ്ട്, ED ഉണ്ട്, അല്ലെങ്കിൽ മറ്റെല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് ഇവർക്കെതിരെ ഒരു അന്വേഷണം വരട്ടെ. അന്വേഷണം വന്നിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ ഇവരുടെ എല്ലാം, അല്ലെങ്കിൽ ഈ ഒരു സമരത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇതേപോലെയുള്ള വിദേശ ഫണ്ടുകളാണ്, അല്ലെങ്കിൽ വിദേശ ഫണ്ടിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സമരം തന്നെ രൂപം പ്രാപിച്ചിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ തെളിയിക്ക്. നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളതെല്ലാം. ഇന്ന് രാജ്യത്ത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടുകൂടി ഒരു കാര്യം രാജ്യത്തെ സർക്കാർ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് 56 ഇഞ്ച് നെഞ്ചളവിൻ്റെയും അടിവേരിറക്കും എന്നുള്ളതാണ് ഈ ഒരു സമരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. BJP കാരൻ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങളിത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
അതായത് ഒരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ മുന്നിലും ഞങ്ങൾ മുട്ടുമടക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിലാണല്ലോ ഇന്ന് ഒട്ടേറെ പേർ സന്തോഷിക്കുന്നത്. ആരാ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതുണ്ടാ? ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രോമാഞ്ചിഫിക്കേഷൻ വരുന്ന BJP പ്രവർത്തകരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ഇതിങ്ങോട്ട് കേൾക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു രോമാഞ്ചിഫിക്കേഷൻ നിങ്ങൾക്ക് വരാണ്ട്. അതിങ്ങോട്ട് കേൾക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അണഞ്ഞു കിടക്കുന്ന എല്ലാ സാധനങ്ങളും ആളിക്കത്തും കേട്ടോ. നെഞ്ചിൽ കൈവച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഏതു നിമിഷവും സ്വന്തം ശരീരം വരെ സമർപ്പിക്കാം എന്ന് പ്രാർത്ഥന പാടി രാഷ്ട്ര സേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഓരോ സ്വയം സേവകന്മാരുടെയും ഉള്ളിനകത്ത് ഈ പറയുന്ന മന്ത്രിക്കുപ്പായവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ സ്ഥാനമാനങ്ങളും ഒന്നും അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുക പോലും ചെയ്യില്ല. അതെല്ലാം ഈ രാഷ്ട്രത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം നടത്താനുള്ള ഉപാധികൾ മാത്രമാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് ഈ രാഷ്ട്രത്തെ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി അടക്കമുള്ള ഓരോ BJPയുടെ മന്ത്രിമാരും എന്ന് ഇവർക്ക് കാണാൻ കഴിയില്ല. കാരണം അഴിമതി കൂമ്പാരങ്ങളുടെ പേരിൽ നാറ്റം സഹിക്കാതെ രാജിവെച്ച് പുറത്തുപോയവരുടെ പിന്നിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല മാണിക്യം പോലെ തിളങ്ങുന്ന ഇത്തരം നേതാക്കന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മാണിക്യം പോലെ തിളങ്ങുന്ന നേതാക്കന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ശരിയാണ്. 10-20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരിക മാത്രമാണ് ഈ ഒരു മാണിക്യത്തിൻ്റെ തിളക്കം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. 20ഓളം വിദ്യാർത്ഥികൾ 10-34 ദിവസം ഈ ഒരു സമരവുമായിട്ട് വരുന്ന സമയത്ത് ആ സമരത്തിനെതിരെ മുഖം തിരിഞ്ഞ് നിന്നിട്ടുള്ള, ആ സമരത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടോ നിങ്ങൾ കാണിച്ചിട്ടുള്ള BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള നരനായാട്ട് എന്താണ് എന്ന് ലോകം വിലയിരുത്തിയതാണ്, ജനങ്ങൾ കണ്ടതാണ്. മാണിക്യത്തിൻ്റെ തിളക്കം എന്താണ് എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. 20ഓളം വിദ്യാർത്ഥികൾ നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം, നിങ്ങളുടെ പിടിപ്പുകേട് കാരണം, നിങ്ങളുടെ കുത്തഴിഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് മാത്രം പൊലിഞ്ഞു പോയത് 20ഓളം ജീവനുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പക്ഷേ നിങ്ങൾ ആരും കരുതണ്ട, അത് രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും രാജ്യത്തെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കും വേണ്ടി അവർ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ രാജിവെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളത് ഇന്ത്യയിലുള്ള ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന, വിദ്യാഭ്യാസ സമ്പ്രദായം നീറ്റല്ലാത്ത നീറ്റിനെ നീറ്റാക്കണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളും ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അവരുടെ എന്താ പറയുക, ശ്രമഫലമായിട്ട് തന്നെയാണ്, അവരുടെ സമരാവേശത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടുള്ളത്. പക്ഷേ ഈ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്താൻ, വിദ്യാർത്ഥികളെ മുന്നിൽ ഷീൽഡാക്കി നിർത്തി ഈ രാജ്യത്തിനെതിരെ ഒരു കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ച ഈ നാട്ടിലെ ഇന്ത്യ മുന്നണി അടക്കമുള്ള രാജ്യവിരുദ്ധ ധ്വംസക ശക്തികളുടെ മുന്നിൽ ഒരു മിനിറ്റ് പോലും തല താഴ്ത്തില്ല എന്ന് അടിവരയിട്ടൊരു കുറിപ്പുമായിട്ടാണ് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചിരിക്കുന്നത്. രാജ്യവിരുദ്ധ ശക്തികളുടെ മുന്നിൽ അടിയറവ് വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ആശാൻ രാജിവെച്ച് പുറത്തുപോയത്. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? രാജ്യവിരുദ്ധ ശക്തികളുടെ മുമ്പിൽ അടിയറവ് വെക്കൂല എന്നുണ്ടെങ്കിൽ രാജിവെക്കാതെ പിടിച്ചേക്കല്ല വേണ്ടത്, രാജിവെക്കാൻ വേണ്ടത്. ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. എന്ത് ഇനിയും കൂടുതൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇപ്പോഴത്തെ സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്നുള്ളത് ഇനിയും നിങ്ങൾ കടിച്ചു തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ നല്ലോണം ബോധേഡായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജി, അല്ലാതെ നിങ്ങൾ തന്നിട്ടുള്ള ഔദാര്യമൊന്നുമല്ല രാജി. ഇത് നേടിയെടുത്തതാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മേൽ ജനാധിപത്യം നേടിയിട്ടുള്ള വിജയം തന്നെയാണ്. ആ വിജയം അംഗീകരിക്കാൻ ജനൻ TVക്ക് വലിയ പ്രശ്നമുണ്ടാവും. ജനൻ TVക്ക് അതിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുക, നരേന്ദ്രമോദിയെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുക, BJP ഗവൺമെൻറ്റിനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ചില പൊറാട്ട് നാടകങ്ങൾ അവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുള്ള അറിയിപ്പിൻ്റെ ഭാഗമായിട്ട്, കുറിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്ത് കൂട്ടുന്ന ഇത്തരത്തിലുള്ള എന്താ പറയുക, ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ആളുകൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മേൽ ജനാധിപത്യം വിജയിച്ചു. ജനാധിപത്യത്തിൻ്റെ ആ സമരാവേശത്തിൻ്റെ വിജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ BJPക്കാരൊഴികെയുള്ള ആർക്കും തർക്കം ഉണ്ടാവില്ല.